ക്യാമറ സ്ഥാപിച്ചതിൽ കെൽട്രോണിന് സർക്കാർ നൽകാനുള്ളത് കോടികൾ 23.58 കോടി കെൽട്രോണിന് ലഭിക്കാനുണ്ടെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ 9.39 കോടി അനുവദിച്ച ഉത്തരവായെങ്കിലും തുക കെൽട്രോണിന് ലഭിച്ചിട്ടില്ല. തുക യഥാസമയം ലഭിക്കാത്തത് കെൽട്രോണിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നതായും മന്ത്രി പി രാജീവ് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഇപ്പോൾ നിയമസഭയിൽ ഇത്തരത്തിൽ കെൽട്രോണിന്റെ ഒരു വിശദീകരണമാണ് ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ. മഞ്ജുഷ, ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ മന്ത്രി പി രാജീവാണ് രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. ടി.വി. ഇബ്രാഹിം MLA കെൽട്രോണിന് AI ക്യാമറ സംബന്ധിച്ച കരാർ നൽകുന്നതിലെ സ്ഥാനം സംബന്ധിച്ചുള്ള ചോദ്യത്തിനാണ് മന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നത്, അതായത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ കെൽട്രോണിന്, ഈ കരാർ കമ്പനി കെൽട്രോണിന് തുക അനുവദിക്കുന്നില്ല, തുടർന്ന് AI ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നും AI ക്യാമറകളുടെ പ്രവർത്തനം കെൽട്രോൺ നിർത്തിവെച്ചു എന്നും, കൂടാതെ ഈ നിയമലംഘകർക്ക് പിഴ അടയ്ക്കുന്ന നോട്ടീസിൽ കാലതാമസം വരുന്നു, നോട്ടീസ് അയക്കുന്നതിൽ കാലതാമസം വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രി നിയമസഭയിൽ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ AI ക്യാമറകളുടെ പ്രവർത്തനത്തെ ഇത് ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല. പക്ഷേ ഈ നിയമലംഘനം നടത്തുന്നവർക്ക് പിഴ ഈടാക്കുന്നതിൽ കാലതാമസം വരുന്നുണ്ട് എന്ന് അദ്ദേഹം നിയമസഭയിൽ സമ്മതിച്ചിരിക്കുന്നു. അതായത് ഈ പ്രോജക്റ്റ് നടപ്പാക്കിയതിൽ കരാർ പ്രകാരം ആദ്യ ഗഡുവായി നൽകേണ്ട 11,79,11,440 രൂപ, ഇതിൽ 9,39,48,820 രൂപ സർക്കാർ അനുവദിച്ചു. പക്ഷേ ഈ അനുവദിച്ച് ഉത്തരവിറക്കിയിട്ടും അത് കെൽട്രോണിന് ലഭിച്ചില്ല. കരാർ പ്രകാരം ഇതുവരെ 23.58 കോടി ലഭിക്കാനുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ തന്നെ രേഖാമൂലം മറുപടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഈ കെൽട്രോൺ കരാർ എടുത്ത് നടത്തുന്നുവെങ്കിലും അവിടുത്തെ ഈ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതും അവിടെ വൈദ്യുതി സപ്ലൈ ചെയ്യുന്നതും ഒക്കെ KSEBയും മറ്റും ആണ്. കൂടാതെ ഇവർക്ക് ഈ സ്റ്റാഫിന് ശമ്പളം നൽകേണ്ടതുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ട് കെൽട്രോണിന്റെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്തായാലും മന്ത്രി തന്നെ ഇക്കാര്യം നിയമസഭയിൽ സമ്മതിച്ചിട്ടുണ്ട്. 23.58 കോടി കെൽട്രോണിന് കുടിശ്ശിക വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇതിന്റെ സാമ്പത്തിക ഭദ്രതയെ ഇത് കാര്യമായി ബാധിക്കുന്നു, കെൽട്രോണിന്റെ സാമ്പത്തിക ഭദ്രതയെ കാര്യമായി തന്നെ ഇത് ഈ തുക കൃത്യസമയത്ത് നൽകാത്തത് ബാധിക്കുന്നുണ്ട് എന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമലംഘകർക്ക് പിഴ ഈടാക്കുന്നതിൽ കാലതാമസം വരുന്നത്. അതായത് ഈ AI ക്യാമറ വഴിയുള്ള നിയമലംഘനം നടത്തുന്നത് ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുകളിലേക്ക് ഉടൻ തന്നെ പിഴ ഈടാക്കിക്കൊണ്ടുള്ള മെസ്സേജുകൾ ലഭിക്കും. അത്തരത്തിൽ ഫോൺ നമ്പർ ആധാറുമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർക്ക് അത് തപാൽ ഓഫീസ് വഴി വീടുകളിലേക്കായിരിക്കും, അവരുടെ അഡ്രസ്സുകളിലേക്കായിരിക്കും ഇത് ചെല്ലുക. ഇത്തരത്തിൽ ചെല്ലാൻ ചെല്ലുന്ന കാര്യത്തിനാണ് ഇപ്പോൾ ഈ തുക കൃത്യമായി നൽകാത്തത് കൊണ്ട് കാലതാമസം നേരിടുന്നത്. അത് 1 മാസത്തിലധികം കാലതാമസം ഉണ്ടെന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ട്. എന്തായാലും കെൽട്രോണിന് 23 കോടിയിലധികം രൂപ സർക്കാർ നൽകാനുണ്ട്. അത് എന്ത് കാരണത്താലാണ് നൽകാത്തത് എന്ന് ഈ മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും കെൽട്രോണിന്റെ സാമ്പത്തിക ഭദ്രതയെ ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മഞ്ജുഷ, ഈ വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.